US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ച് മണിക്കൂറുകൾ പിന്നിടും മുൻപേ തന്നെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിക്കുകയും ഹമാസ് സമാധാനത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് സംഭവം നടന്നത്. ഗാസ സിറ്റിയിലെ ഒരു വീട്ടിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും തെക്കൻ ഗാസയിലെ ഖാൻ യൂനസിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും പ്രാദേശിക അധികൃതർ പറഞ്ഞു. ഹമാസിന്റെ പ്രതികരണത്തെ തുടർന്നുകൊണ്ട് തന്നെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്ന ട്രംപിന്റെ ഗാസ പദ്ധതിയുടെ ആദ്യഘട്ടം ഉടനടി നടപ്പിലാക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള ഹമാസിന്റെ പ്രതികരണത്തെ പോസിറ്റീവായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചതും. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ കാണാത്ത പക്ഷം അവിടെ മാത്രമാണ് ട്രംപിനെ ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം തന്നെ പോകുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിന്റെ സഖ്യത്തിലെ 2 തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. എന്നാൽ ഈ എതിർപ്പുകളെ കണക്കിലെടുക്കുമ്പോൾ ആവേശത്തോടെയല്ല, മറിച്ച് മനസ്സോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ്, അല്ലെങ്കിൽ നെതന്യാഹു ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അവിടെ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെയും IDF പിൻവലിക്കുന്നതിന്റെയും ഒക്കെ തന്നെ പ്രാരംഭ ഘട്ടത്തെക്കുറിച്ചുള്ള ഉടൻ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ യുദ്ധാനന്തര ഗാസയുമായി ബന്ധപ്പെട്ട് കരാറിലെ കൂടുതൽ ഘട്ടങ്ങളെക്കുറിച്ച് ഹമാസ് എതിർപ്പുകൾ ഉന്നയിക്കുവാനും ഉറപ്പുകൾ തേടുവാനും സാധ്യതയുണ്ട് എന്നും ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ 2 വർഷമായി തുടരുന്ന പ്രതിസന്ധി അവസാനിപ്പിക്കുവാനും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ഇന സമാധാന പദ്ധതിയിലെ വ്യവസ്ഥകൾ അംഗീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്തരത്തിൽ ഹമാസ് ബന്ദികളെ വിട്ടയക്കാമെന്ന് മറ്റ് വ്യക്തമാക്കിക്കൊണ്ട് ഹമാസ് രംഗത്ത് വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിക്ക് മുൻപായി തന്നെ പദ്ധതി അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു. തുടർന്നുകൊണ്ട് തന്നെ ഗാസയുടെ നേർക്കുള്ള ബോംബാക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ പിന്മാറ്റം, അതുപോലെ ഇസ്രായേലി ബന്ദികളെയും പാലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുക, അതുപോലെ സഹായ പുനരധിവാസ പ്രവർത്തനങ്ങൾ, പാലസ്തീനികളെ പ്രദേശത്തു നിന്നും പുറത്താക്കുന്നതിന് അതിനായുള്ള നിലപാട് എന്നിവയുൾപ്പെടെ തന്നെ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ ചില വ്യവസ്ഥകളായി തന്നെ ഹമാസ് അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. അതേസമയം US സമാധാന പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹമാസ് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.